അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പഴയ വാട്ടർ ടാങ്ക് ഉപയോഗിച്ചിട്ടൊരു കൂടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം ജസ്റ്റ് നമ്മൾ സ്കെയിലും ഒരു ചോക്ക് കൊണ്ട് നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ദെൻ നമ്മൾ ജിഗ്സോ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു ഡ്രില്ല് ചെയ്തിട്ടൊരു ഹോൾ കൊടുക്കണം. ദെൻ നമ്മൾ ജിഗ്സോ എടുത്തു. ഡ്രില്ല് ചെയ്ത ഹോളിലേക്ക് നമ്മൾ ജിഗ്സോൻ്റെ ബ്ലേഡ് ഇറക്കി കട്ടിങ് ആരംഭിച്ചു. ഞാൻ 2 ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ 2 ജോയിൻറ്റിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ഏരിയയാണ് ഞാൻ ജിഗ്സോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് കൂട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോള് കൊടുക്കാം. അപ്പോൾ അതിന് ജിഗ്സോ വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു ഹോള് കട്ട് ചെയ്തിട്ടു. ദെൻ നമുക്ക് നെറ്റ് 2 സൈഡിലും ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഹോളുകൾ കൊടുത്തു. കാരണം നെറ്റ് വെച്ചതിന് ശേഷം നട്ടും ബോൾട്ടും വെച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഉറപ്പ് വേണം. നമ്മൾ തൽക്കാലം ഇപ്പോൾ ഫസ്റ്റ് കോഴിക്കൂടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഉറപ്പിലായിക്കോട്ടെ വെച്ചിട്ട് നല്ല ഗ്യാപ്പ് കുറച്ചിട്ടാണ് ഡ്രില്ല് ചെയ്ത് കൊടുക്കുന്നത് നട്ടും ബോൾട്ടിടുക. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് 500 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഡ്രില്ലിങ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വർക്കിലേക്ക് പോകാം. നമുക്ക് നെറ്റ് ഫിക്സ് ചെയ്യണം. 2 സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് നെറ്റ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ അളവെല്ലാം അളന്ന് നമുക്കിനി കട്ട് ചെയ്യാം. അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അളവിലേക്ക് നമുക്ക് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാം. നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം. അളവ് ഏകദേശം കറക്റ്റ് തന്നെയല്ലേ നോക്കാം. കറക്റ്റാണ്. ഈ നെറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് നട്ടും ബോൾട്ടും വെച്ചാണ് നമ്മൾ നേരത്തെ ഹോൾ ചെയ്തിലേക്ക് ടൈറ്റ് ചെയ്യുന്നത്. സ്പാനറും വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. അധിക അകലം കൂടാതെ ഇനിയാണ് നട്ടും ബോൾട്ടും ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം നെറ്റ് ഗ്യാപ്പൊന്നും വരാതെ, കോഴിക്കൂടായതുകൊണ്ട് പാമ്പൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അധികം ഗ്യാപ്പ് വരാതെ ആണ് നട്ടും ബോൾട്ടും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് നട്ടും ബോൾട്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഈ രൂപത്തിലേക്ക് എത്തി. ദെൻ നമുക്ക് ഉള്ളിൽ കുറച്ച് പെയിൻറ്റ് ചെയ്യാം. വൈറ്റ് പെയിൻറ്റ്, സ്പ്രേ പെയിൻറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഡ് വശമെല്ലാം നമുക്ക് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. സ്പ്രേ പെയിൻ്റാണ് കുറച്ചുകൂടി എളുപ്പം. മറ്റേ ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറേ സമയം നഷ്ടം. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരും. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാസ്ക് വെയർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ കൂട് നോക്കി ഉള്ളിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചപ്പോൾ നല്ല വെളിച്ചം വെച്ചു. അപ്പോൾ ഇനി അടുത്ത പണി നമുക്ക് ഇനി ഇതിലേക്കുള്ള താമസക്കാരെ പോയി കൊണ്ടുവരാം. ഇതങ്ങനെ നമ്മുടെ താമസക്കാരെത്തി. 3 കോഴികളുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള കൂടായി. എന്തായാലും ഇതിലൊരു 10-12 കോഴികളെ നമുക്ക് വളർത്താം. കൂട് അടിപൊളി കൂടായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.